ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്താൻ CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ചേരും. രാവിലെ 10 മണിക്കാണ് യോഗം. ഇന്നലെ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ടിന് രൂപം നൽകിയിരുന്നു. പാർട്ടി സമ്മേളനങ്ങളുടെ പ്രാഥമികമായ അവലോകനവും ഇന്നുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, എന്തായാലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളടക്കം വിലയിരുത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ചേരാനിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും മറ്റ് വിഷയങ്ങൾ ചർച്ചയാവുക? വിവരങ്ങൾ. സംഗീത, രാവിലെ 10 മണിയോടുകൂടിയാണ് AKG സെൻട്രൽ CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. പ്രധാനമായും പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ വിശകലനം ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിലെ ഫലം സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ഇന്നത്തെ യോഗത്തിലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ അവലോകനം സംബന്ധിച്ച ഒരു റിപ്പോർട്ടിന് രൂപം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് BJPയും കോൺഗ്രസും സംസ്ഥാനത്ത് നടത്തിയിരുന്നത്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത് ചേലക്കരയിലെ വിജയത്തിൽ കൂടി അത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരം കേരളത്തിലില്ല, സംസ്ഥാനത്തില്ല എന്ന ഒരു പ്രതീതി വന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് നേരത്തെ തന്നെ CPM നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മറ്റ് 2 മണ്ഡലങ്ങൾ വയനാടും പാലക്കാടും പരാജയം സംഭവിച്ചുവെങ്കിലും അത്ര വലിയ തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്നൊരു വിലയിരുത്തൽ CPMനുണ്ട്. എങ്കിലും പാലക്കാട് 3ാം സ്ഥാനത്തേക്ക് പോയ കാര്യം സ്വാഭാവികമായും പാർട്ടി ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അവിടെ പ്രധാനമായും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് വിജയിച്ചതെന്ന ഒരു വിലയിരുത്തൽ പാർട്ടി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ശേഷം SDPI പോലെയുള്ള സംഘടനകൾ തന്നെ ആദ്യം പിന്തുണ നൽകി എന്ന് വ്യക്തമാക്കുകയും കൂടാതെ പരസ്യമായി തന്നെ ആഹ്ലാദ പ്രകടനങ്ങളിലേക്കൊക്കെ കടന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള വോട്ടുകൾ കൂടുതൽ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടെന്ന് CPM വിലയിരുത്തുന്നു. അതിനുശേഷം പ്രധാനമായും ഇത്തരം വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അതിനെതിരായ പ്രചാരണം CPM നടത്തിയിരുന്നു. അത്തരം കാര്യങ്ങളാണ് CPM അതിനുശേഷം പരസ്യമായി തന്നെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം വ്യക്തമാക്കിയിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി, RSS ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന തരത്തിൽ കൃത്യമായ നിലപാട് അതിനുശേഷം CPM വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നത്തെ ഒരു ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇത്തരത്തിലുള്ള വിലയിരുത്തലാകും പ്രധാനമായും ഉണ്ടാകുക. മറ്റൊരു കാര്യം, പാർട്ടി സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സമ്മേളനങ്ങളിലുണ്ടായ കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമായും പല സമ്മേളനങ്ങളിലും പലതരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രാഥമികമായ വിലയിരുത്തലും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. സംഗീതം. ശരി, CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ 10 മണിക്കാണ് ചേരുന്നത്. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.